ഹായ് ഫ്രണ്ട്സ്, നമ്മൾ ഇന്ന് നോക്കുന്നത് SAT ചാപ്റ്റേഴ്സ് ക്ലാസ്സിൽ 6ാം ക്ലാസ്സിലെ സോഷ്യൽ സയൻസിൽ 9ാമത്തെ ചാപ്റ്ററാണ് മധ്യകാല കേരളം. ഓക്കെ, നമുക്ക് ചാപ്റ്ററിലേക്ക് പോവാം. നോക്കിക്കേ, 9ാം നൂറ്റാണ്ട് മുതൽ 18ാം നൂറ്റാണ്ട് വരെയുള്ള മധ്യകാല കേരളത്തെപ്പറ്റി അറിവ് തരുന്ന സുപ്രധാന രേഖകളാണ് ചെപ്പേടുകൾ. ചെപ്പേടെന്ന് പറഞ്ഞാൽ എന്താണ്? മധ്യകാല കേരളത്തെപ്പറ്റി അറിവ് തരുന്ന സുപ്രധാന രേഖയാണ്. അത്തരം ചെപ്പേടുകളിലൊന്നാണ് ഈ ചിത്രത്തിൽ കാണിച്ചിട്ടുള്ളത്. വട്ടെഴുത്തെന്ന പഴയകാല ലിപിയിലാണ് ഇത് എഴുതിയിരിക്കുന്നത്. മഹോദയപുരം ആസ്ഥാനമാക്കി മധ്യകാലഘട്ടത്തിൽ കേരളം ഭരിച്ചിരുന്ന ഭാസ്കര രവി അഞ്ചുവണ്ണം എന്ന കച്ചവട സംഘത്തിന് അനുവദിച്ചു കൊടുത്ത അവകാശങ്ങളാണ് ഈ രേഖയിലുള്ളത്. ഇനി ചെപ്പേടെന്ന് പറഞ്ഞാൽ എന്താ നോക്കാം. ചെമ്പ് തകിടിൽ ആലേഖനം ചെയ്ത ലിഖിതങ്ങളെയാണ് ചെപ്പേട് എന്ന് വിളിക്കുന്നത്. ഇവിടെ കാണിച്ചിട്ടുണ്ട്. നാടുവാഴികൾ ക്ഷേത്രങ്ങൾക്കും കച്ചവട സംഘങ്ങൾക്കും മറ്റും ചാർത്തിക്കൊടുത്ത അധികാരരേഖകൾ പ്രധാനമായും ചെപ്പേടുകളിലായിരുന്നു. ഉദാഹരണം തിരുസാപ്പള്ളി ചെപ്പേട്, ജൂതച്ചെപ്പേട്. ചില ചെപ്പേടുകളിൽ നാടുവാഴികളുടെ ഭരണവർഷം രേഖപ്പെടുത്തിയിട്ടുണ്ട്. നോക്കിക്കേ, പെരുമാക്കൾ. കേരളം ഉൾപ്പെടുന്ന പ്രാചീന തമിഴകത്തിൽ മൂവേന്തന്മാരുടെ ഭരണമാണ് നിലനിന്നിരുന്നത്. 9ാം നൂറ്റാണ്ടോടെ മഹോദയപുരം കേന്ദ്രമാക്കി രാജഭരണം നിലവിൽ വന്നു. ഇവിടുത്തെ രാജാക്കന്മാർ പെരുമാക്കൾ എന്ന് അറിയപ്പെട്ടു. ഇന്നത്തെ കൊടുങ്ങല്ലൂരും സമീപ പ്രദേശവുമാണ് മഹോദയപുരം എന്ന് അറിയപ്പെട്ടിരുന്നത്. പെരുമാക്കന്മാർ ചേരൻ, ചേരമാൻ തുടങ്ങിയ പേരുകളിലും അറിയപ്പെട്ടിരുന്നു. ചില ഭരണാധികാരികൾ കുലശേഖരൻ എന്ന സ്ഥാനപ്പേരും സ്വീകരിച്ചിരുന്നു. ഇന്നത്തെ കേരളത്തിന്റെ ഭൂരിഭാഗം പ്രദേശങ്ങളും പെരുമാക്കന്മാരുടെ ഭരണത്തിന് കീഴിലായിരുന്നു. നോക്കിക്കേ, അത് കാണിക്കുന്ന ഒരു ഭൂപടം ഇവിടെ കാണിച്ചേക്കുന്നേ കണ്ടോ. വടക്ക് കോലത്തുനാട് മുതൽ തെക്ക് വേണാട് വരെ പെരുമാൾ ഭരണം വ്യാപിച്ചിരുന്നു. ഓക്കെ, ഇനി നമുക്ക് നോക്കാം പെരുമാൾ കാലത്തെ സാമൂഹികവും സാമ്പത്തികവുമായ സവിശേഷതകൾ എന്തൊക്കെയാണെന്ന്. ജലലഭ്യതയുള്ള പ്രദേശങ്ങളിൽ കൃഷി വ്യാപകമായി. കാർഷിക ഗ്രാമങ്ങളിൽ ബ്രാഹ്മണർ അധികാരം സ്ഥാപിച്ചു. ക്ഷേത്രങ്ങൾ അധികാര കേന്ദ്രങ്ങളായി വികസിച്ചു വന്നു. കൃഷിഭൂമിയുടെ ഉടമസ്ഥാവകാശം ആർക്കായിരുന്നു? ബ്രാഹ്മണർക്കായിരുന്നു. ഭൂമിയിൽ നേരിട്ട് അധ്വാനിച്ചിരുന്നവരാരാണ്? ആളടിയന്മാരായിരുന്നു. ഗ്രാമങ്ങളിൽ കൃഷിക്ക് പുറമെ വിവിധ തൊഴിൽക്കൂട്ടങ്ങളും ഉണ്ടായിരുന്നു. കൃഷി വളർന്നതോടെ നാടുകൾ ഉണ്ടായി. ഈ നാടുകൾ ഭരിച്ചിരുന്നത് ആരാണ്? നാടുവാഴികളെന്ന് അറിയപ്പെട്ടു. നോക്കിക്കേ, നാടുവാഴി സ്വരൂപങ്ങൾ. 12ാം നൂറ്റാണ്ടോടെ പെരുമാൾ ഭരണം അവസാനിച്ചു. അതോടെ അവരുടെ കീഴിൽ ഭരണം നടത്തിയിരുന്ന നാടുവാഴികൾ അതത് നാടുകളിൽ സ്വന്തം നിലയ്ക്ക് ഭരണം ആരംഭിച്ചു. അപ്പോൾ 12ാം നൂറ്റാണ്ടോടെയാണ് പെരുമാൾ ഭരണം അവസാനിച്ചത്. നാടുവാഴികൾക്ക് കീഴിലുള്ള പ്രദേശങ്ങൾ സ്വരൂപങ്ങൾ എന്ന് അറിയപ്പെട്ടു. നാടുവാഴികൾക്ക് കീഴിലുള്ള പ്രദേശങ്ങൾ എങ്ങനെ അറിയപ്പെട്ടത്? സ്വരൂപങ്ങൾ. നാടുവാഴികളുടെ കുടുംബവും എങ്ങനെ അറിയപ്പെട്ടത്? സ്വരൂപം എന്ന പേരിൽ തന്നെയാണ് അറിയപ്പെട്ടത്. കുടുംബത്തിലെ മൂത്തംഗമാണ് അധികാരം കൈയാളിയിരുന്നത്. വേണാട് ഭരിച്ചിരുന്ന തൃപ്പാപ്പൂര് സ്വരൂപം, കൊച്ചി ഭരിച്ചിരുന്ന പെരുമ്പടപ്പ് സ്വരൂപം, കോഴിക്കോട് ഭരിച്ചിരുന്ന നെടിയിരുപ്പ് സ്വരൂപം, ചിറക്കൽ ഭരിച്ചിരുന്ന കോല സ്വരൂപം എന്നിവയായിരുന്നു പ്രധാന സ്വരൂപങ്ങൾ. നാടുകൾ തമ്മിൽ സമ്പത്തിലും സൈനിക ശക്തിയിലും വ്യത്യാസങ്ങൾ ഉണ്ടായിരുന്നു. ആധിപത്യത്തിനു വേണ്ടി നാടുവാഴികൾ പരസ്പരം പോരടിച്ചു. നോക്കിക്കേ, കച്ചവടം. മധ്യകാല കേരളത്തിൽ പുറനാടുകളുമായുള്ള കച്ചവടവും പ്രാദേശിക കച്ചവടവും പുരോഗതി പ്രാപിച്ചിരുന്നു. അപ്പോൾ നമ്മുടെ നാട്ടിൽ നിന്ന് എന്തൊക്കെ സാധനങ്ങൾ കൈമാറ്റം ചെയ്തിട്ടുണ്ടാവും? ഏലം, ഇഞ്ചി, കുരുമുളക്, അതുപോലെ തന്നെ സുഗന്ധവ്യഞ്ജനങ്ങളൊക്കെ കൈമാറ്റം ചെയ്തിട്ടുണ്ടാവും. ഓക്കെ, പിന്നെന്താണ്? പുറം നാട്ടിലെ ഉൽപ്പന്നങ്ങൾ ഇവിടുത്തെ വിപണിയിലും എത്തിച്ചിട്ടുണ്ട്. അതേതൊക്കെയായിരിക്കും? കളിമൺ പാത്രങ്ങൾ, മീൻ വലകൾ, പട്ട്. തുടക്കത്തിൽ കച്ചവടം പ്രധാനമായും സാധനങ്ങൾക്ക് പകരം സാധനങ്ങൾ കൈമാറുന്ന രീതിയിലായിരുന്നു. പിന്നീട് നാണയം നൽകി സാധനങ്ങൾ വാങ്ങി. 5 വണ്ണം, മണിഗ്രാം തുടങ്ങിയ പേരുകളിൽ കച്ചവട സംഘങ്ങൾ അന്ന് നിലവിലുണ്ടായിരുന്നു. വ്യാപാരത്തിന്റെ പ്രാധാന്യം മനസ്സിലാക്കിയ പെരുമാക്കന്മാർ കച്ചവട സംഘങ്ങൾക്ക് വേണ്ട സഹായങ്ങൾ ചെയ്തു കൊടുത്തു. കച്ചവട ചുങ്കം അക്കാലത്തെ പ്രധാന വരുമാന മാർഗമായിരുന്നു. ഇനിയും 5 വണ്ണം മണിഗ്രാമം എന്ന് പറഞ്ഞാൽ എന്താ നോക്ക്. 9 മുതൽ 13 വരെ നൂറ്റാണ്ടുകളിൽ കേരളത്തിൽ കച്ചവടം നടത്തിയ സംഘങ്ങളാണിവ.
കേരളത്തിന്റെ കടൽത്തീര പട്ടണങ്ങളിലായിരുന്നു ഇവരുടെ പ്രധാന വ്യാപാര കേന്ദ്രങ്ങൾ. ഇനിയും അങ്ങാടികൾ. അക്കാലത്തെ സമുദ്ര വാണിജ്യത്തിൽ വലിയ പുരോഗതിയുണ്ടായി. കയറ്റുമതി ചെയ്തിരുന്ന ഉൽപ്പന്നങ്ങളുടെ ആവശ്യം വർദ്ധിച്ചു. ഉൾനാടുകളിൽ ഇത്തരം ഉൽപ്പന്നങ്ങളുടെ കൃഷി വ്യാപിച്ചു. ഗ്രാമങ്ങളിൽ ഉൽപ്പാദിപ്പിക്കുന്ന വിഭവങ്ങൾ അങ്ങാടികളിൽ കൊണ്ടുവന്ന് കൈമാറി. അങ്ങാടികളുടെ വളർച്ച പ്രാദേശിക കച്ചവടം ശക്തിപ്പെടുത്തുന്നതിന് സഹായകമായി. ഒരു ചിത്രമൊക്കെ കാണിച്ചിട്ടുണ്ട്. അനന്തപുരം, കൊല്ലം, കൊച്ചി, കോഴിക്കോട്, പന്തലായനി തുടങ്ങിയവയാണ് അന്നത്തെ പ്രധാന അങ്ങാടികൾ. കൊല്ലം, കൊച്ചി, കോഴിക്കോട്, വളപട്ടണം തുടങ്ങിയവ പ്രധാന തുറമുഖങ്ങളായിരുന്നു. കരവഴിയും കടൽ വഴിയും അങ്ങാടിയിൽ ചില ഉൽപ്പന്നങ്ങൾ എത്തിയിരുന്നു. മണിപ്രവാള കൃതിയായ ഉണ്ണുനീലി സന്ദേശത്തിൽ വിവരിച്ചിരിക്കുന്നതാണ് താഴെ കൊടുത്തേക്കുന്നേ. നമുക്കതൊന്ന് വായിച്ചു നോക്കാമേ. തട്ടം കട്ടിൽ കയറുവര, കൈക്കട്ടിൽ മഞ്ചട്ടിക്കൊട്ടം, മുട്ടും മുട്ടിൽ കരയുമരിയും പെട്ടിയും പട്ടുനൂലും ആടും ചാടും കുടയുമടയും പഞ്ഞിയും മുഞ്ഞിവേരും നൂറും ചോറും ചുറയുമറയും കാരിരുമ്പും കരിമ്പും. മണിപ്രവാള എന്ന് പറഞ്ഞാൽ എന്താ? മധ്യകാലഘട്ടത്തിൽ സംസ്കൃതവും പഴയ മലയാള ഭാഷയും ചേർന്ന് ഒരു ഭാഷാശൈലി രൂപം കൊണ്ടു. ഏതൊക്കെയാണ്? സംസ്കൃതവും മലയാളവും. അത് മണിപ്രവാള രീതി എന്ന് അറിയപ്പെടുന്നു. നിരവധി ഗ്രന്ഥങ്ങൾ ഈ ശൈലിയിൽ രചിക്കപ്പെട്ടു. ഓക്കെ. 15-ാം നൂറ്റാണ്ടിൽ കേരളത്തിലെത്തിയ മഹ്വാൻ എന്ന ചൈനീസ് സഞ്ചാരി കോഴിക്കോട് തുറമുഖത്തെയും അവിടുത്തെ കച്ചവടത്തെപ്പറ്റിയും വിവരിച്ചത് നോക്കൂ. ചൈനയിൽ നിന്ന് ഒരു കപ്പലെത്തുമ്പോൾ രാജാവിന്റെ പ്രതിനിധിയായ ഷാബന്ദർ കോയയും ഒരു ദല്ലാളും കപ്പലിലെത്തും. കപ്പലിലെ വസ്തുക്കളുടെ പട്ടിക തയ്യാറാക്കി ചരക്കുവില കണക്കാക്കാൻ ഒരു ദിവസം നിശ്ചയിക്കും. ആദ്യം പട്ടുവസ്ത്രങ്ങൾ. വില നിശ്ചയിച്ചു കഴിഞ്ഞാൽ പ്രതിജ്ഞ എടുക്കുകയുമായിരുന്നു. നിങ്ങളുടെ ചരക്കുകളുടെ വില ഇപ്പോൾ നിശ്ചയിച്ചിരിക്കുന്നു. ഒരു കാരണവശാലും അതിൽ മാറ്റങ്ങൾ വരുത്തുവാൻ പാടുള്ളതല്ല. ഇങ്ങനെ ദല്ലാളന്മാർ ഉറപ്പിക്കുന്ന വിലയ്ക്കാണ് വസ്തുക്കൾ കൈമാറ്റം ചെയ്തിരുന്നത്. ഭാഷ, സാഹിത്യം, കല. നമ്മൾ ഉണ്ണുനീലി സന്ദേശത്തില് ചില വരികൾ വായിച്ചായിരുന്നു. കേരളക്കരയിലെ പ്രാചീന കാലം തൊട്ടേ മലയാള ഭാഷ നിലവിലുണ്ടായിരുന്നോ എന്നും അതോടൊപ്പം സാഹിത്യമൊക്കെ രൂപപ്പെട്ടത് എപ്പോഴാണെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ കേരളം മലയാളദേശമെന്ന് അറിയപ്പെടുന്നുണ്ട്. എന്തുകൊണ്ടാണെന്നും നമുക്ക് മനസ്സിലാക്കണം. ഓക്കെ, ഇവിടെ പറഞ്ഞേക്കുന്ന വായിച്ച് നോക്കാമേ. മലയാളം തമിഴിൽ നിന്ന് രൂപപ്പെട്ടു വന്ന ഭാഷയാണെന്ന് പൊതുവെ കരുതപ്പെടുന്നു. മലയാളം തമിഴിൽ നിന്ന് രൂപപ്പെട്ടു വന്നുവെന്ന് കരുതുന്നു. സംസ്കൃതവും മലയാള ഭാഷയുടെ വികാസത്തിൽ ഏറെ സ്വാധീനം ചെലുത്തിയിട്ടുണ്ട്. സംസ്കൃതം വട്ടെഴുത്ത്, കോലെഴുത്ത് എന്നീ ലിപികളിലാണ് പഴയ മലയാളം എഴുതിയിരുന്നത്. നമ്മൾ കണ്ടായിരുന്നു വട്ടെഴുത്തിൽ എഴുതിയ ചെപ്പേടല്ലേ. ഓക്കെ. ചെറുശ്ശേരിയുടെ കൃഷ്ണഗാഥ, എഴുത്തച്ഛൻ്റെ രാമായണം, മഹാഭാരതം, കിളിപ്പാട്ടുകൾ, കുഞ്ചൻ നമ്പ്യാരുടെ തുള്ളൽ കൃതികൾ എന്നിവ മലയാള ഭാഷയുടെ വികാസത്തിന് വഴിതെളിച്ചു. ചെറുശ്ശേരിയുടെ കൃഷ്ണഗാഥ, എഴുത്തച്ഛൻ്റെ രാമായണം, മഹാഭാരതം, കിളിപ്പാട്ടുകൾ, കുഞ്ചൻ നമ്പ്യാരുടെ തുള്ളൽ കൃതികൾ. 17-ാം നൂറ്റാണ്ടിൽ ഖ്വാസി മുഹമ്മദ് അറബി മലയാളത്തിൽ രചിച്ച മുഹീദ്ദീൻ മാലയും 18-ാം നൂറ്റാണ്ടിൽ അർണോസ് പാതിരി രചിച്ച പുത്തൻ പാനയും മലയാള ഭാഷയുടെ പുരോഗതിക്ക് സഹായകമായി. ഇവയ്ക്ക് പുറമെ വടക്കൻ പാട്ടുകൾ, തെക്കൻ പാട്ടുകൾ, തൊഴിൽപ്പാട്ട് എന്നിവയും മലയാള ഭാഷയെ കൂടുതൽ ജനകീയമാക്കി. അറബി മലയാളം കേരളത്തിലെ മുസ്ലിങ്ങൾക്കിടയിൽ പ്രചാരത്തിലുണ്ടായിരുന്ന ഒരു സങ്കര ഭാഷയാണ് അറബി മലയാളം. അറബി ലിപിയായിരുന്നു ഇത് എഴുതാൻ ഉപയോഗിച്ചിരുന്നത്. നോക്കിക്കേ, ഇവിടെ ചിത്രത്തിൽ വിവിധ കലാരൂപങ്ങൾ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ മധ്യകാല കേരളത്തിൽ വികാസം പ്രാപിച്ച കലാരൂപങ്ങളിൽ ചിലതാണിത്. ക്ഷേത്രങ്ങൾ കേന്ദ്രീകരിച്ച് നൃത്തം, സംഗീതം തുടങ്ങിയ കലകൾ വളർന്നു വന്നു. ഇവിടെ ഏതൊക്കെയാണ് കാണിച്ചിരിക്കുന്നത്? കഥകളിയുണ്ട്, മാർഗംകളി,
പിന്നെ തുള്ളലുണ്ട്, ഒപ്പനയൊക്കെ ഉണ്ട്. കൂത്ത്, കൂടിയാട്ടം, കഥകളി തുടങ്ങിയ കലകൾ ക്ഷേത്രങ്ങളോട് ചേർന്ന കൂത്തമ്പലങ്ങളിലാണ് അരങ്ങേറിയുന്നത്. ഏതൊക്കെയാണ്? കൂത്ത്, കൂടിയാട്ടം, കഥകളി. അവ ക്ഷേത്ര കലകളായാണ് അറിയപ്പെടുന്നത്. കൂത്ത്, കൂടിയാട്ടം, കഥകളി എന്നിവ ക്ഷേത്രകലകളായാണ് അറിയപ്പെട്ടത്. കാവുകളിലും മറ്റ് ആരാധന ഇടങ്ങളിലും നടത്തപ്പെടുന്ന തെയ്യം, തിറ, കളമ്പാട്ട്, തെയ്യം, തിറ, കളമ്പാട്ട് തുടങ്ങിയവ എന്താണ്? അനുഷ്ഠാന കലകളാണ്. അവ ക്ഷേത്രകലകളേക്കാൾ ജനകീയമായിരുന്നു. ഇവ കൂടാതെ വിവിധ മതവിഭാഗങ്ങളുടെ അനുഷ്ഠാനങ്ങളുടെയും ആഘോഷങ്ങളുടെയും ഭാഗമായി നടത്തിയിരുന്ന പല കലകളുമുണ്ടായിരുന്നു. ഒപ്പന, മാർഗംകളി, ചവിട്ടുനാടകം എന്നിവ അതിന് ഉദാഹരണങ്ങളാണ്. വിജ്ഞാനം. വൈജ്ഞാനിക മേഖലയിലും മധ്യകാല കേരളം മികച്ച പുരോഗതി കൈവരിച്ചു. പെരുമാൾ കാലത്തെ പ്രധാന ജ്യോതിശാസ്ത്രജ്ഞനാരായിരുന്നു? ശങ്കരനാരായണനായിരുന്നു. അദ്ദേഹം രചിച്ച ജ്യോതിശാസ്ത്ര ഗ്രന്ഥം ഏതാണ്? ശങ്കരനാരായണീയമാണ്. ഗണിതശാസ്ത്ര രംഗത്ത് സംഗ്രാമ മാധവൻ നൽകിയ സംഭാവനകൾ ലോകശ്രദ്ധ നേടി. ആയുർവേദ ഗ്രന്ഥമായ അഷ്ടാംഗഹൃദയം എഴുതിയതും അക്കാലത്തായിരുന്നു. ചരിത്ര വിവരങ്ങളടങ്ങിയ മൂഷക വംശവും തുഹഫത്തുൽ മുജാഹിദീനും മധ്യകാലഘട്ടത്തിലെ സൃഷ്ടികളാണ്. അക്കാലത്തെ വിദ്യാകേന്ദ്രങ്ങൾ എങ്ങനെ അറിയപ്പെട്ടത്? ശാലകളെന്ന് അറിയപ്പെട്ടു. ഇവ ക്ഷേത്രങ്ങളോടനുബന്ധിച്ചായിരുന്നു പ്രവർത്തിച്ചിരുന്നത്. ഇവിടെ ശാലകൾ പറഞ്ഞിട്ടുണ്ട്: കാന്തളൂർ ശാല, വിഴിഞ്ഞം ശാല, പാർത്ഥിവശേഖരപുരം ശാല. ബുദ്ധ കേന്ദ്രങ്ങളോട് ചേർന്ന വിദ്യാലയങ്ങളെ പള്ളികളെന്നാണ് വിളിച്ചിരുന്നത്. 18-ാം നൂറ്റാണ്ടോടെ വ്യത്യസ്തമായ സാമ്പത്തിക സാമൂഹിക ക്രമങ്ങൾ കേരളത്തിൽ രൂപം കൊണ്ടു. ഇതോടൊപ്പം കേരളത്തിലെ ഭാഷ, കല, വിജ്ഞാനം എന്നിവയും തനതായ രൂപം കൈവരിച്ചു. നോക്കിക്കേ, സംഗ്രഹമാണ്. മധ്യകാല കേരളത്തെപ്പറ്റി വിവരം തരുന്ന പ്രധാന തെളിവ് എന്തായിരുന്നു? ചെപ്പേടുകളായിരുന്നു അല്ലേ. പെരുമാൾ ഭരണകാലത്താണ് കേരളം ഒരു പ്രത്യേക ഭരണമേഖലയായി വളർന്നത്. കൃഷിയും കച്ചവടവും പെരുമാൾ കാലത്തെ സമ്പത്തിനടിസ്ഥാനമായി. പെരുമാൾ ഭരണം ക്ഷയിച്ചതോടെ നാടുവാഴികൾ ഭരണം ഏറ്റെടുത്തു. സ്വരൂപങ്ങളെന്നാണ് നാടുവാഴി ഭരണപ്രദേശങ്ങൾ അറിയപ്പെട്ടത്. ആഭ്യന്തര വിദേശ വ്യാപാരം ശക്തിപ്പെടുകയും പുതിയ അങ്ങാടികളും തുറമുഖങ്ങളും വളർന്നു വരികയും ചെയ്തു. മലയാള ഭാഷ വികാസം പ്രാപിച്ചു. സാഹിത്യം, കല, വിജ്ഞാനം എന്നീ മേഖലകളിൽ പുരോഗതി കൈവരിച്ചു. നമ്മുടെ ഒരു ചാപ്റ്റർ കഴിഞ്ഞിട്ടുണ്ട്. ചെറിയൊരു ചാപ്റ്ററാണ്. ഈ ഒരു ക്ലാസ് നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. ഓക്കെ, താങ്ക് യു.